നമസ്കാരം. ചലച്ചിത്ര ആപ്പിന് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. 2024 ഡിസംബർ മാസത്തിൽ ഇതുവരെ വന്നതും ഇനി വരാൻ പോകുന്നതുമായിട്ടുള്ള 10th ലെവൽ നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിലവിൽ സെക്രട്ടേറിയറ്റ് OA ഉൾപ്പെടെയുള്ള ലാബ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള വിവിധ തസ്തികൾക്ക് വേണ്ടിയിട്ടുള്ള 10th പ്രിലിംസിന്റെ പരീക്ഷ ഡിസംബർ 28-ാം തീയതി ആരംഭിക്കാൻ പോവാണ്. ഇതുപോലെ അടുത്ത വർഷത്തെ 10th പ്രിലിംസിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് ഇവ എന്ന് പറയുന്നത്. അപ്പോൾ അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുമ്പോൾ 3 നോട്ടിഫിക്കേഷൻസ് ആണ് ഡിസംബർ മാസത്തിൽ 10th ലെവൽ ക്വാളിഫിക്കേഷൻസിൽ വരാൻ പോകുന്നത്. അതിൽ ഒരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. കാറ്റഗറി നമ്പർ 479/2024. ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഉദ്യോഗത്തിന്റെ പേര് ആയ എന്നുള്ളതാണ്. ഡിസംബർ മാസം 16-ാം തീയതിയാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. 23,000 തൊട്ട് 50,200 വരെയാണ് ഇതിന്റെ ഒരു ബേസിക് പേ എന്ന് പറയുന്നത്. ഒഴിവുകളുടെ എണ്ണം നിലവിൽ 2 ജില്ലകളിൽ മാത്രമാണ്. ഈ ഒരു 2 ജില്ലകൾക്കിലോട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലോട്ട് 2 വേക്കൻസിയും കൊല്ലം ജില്ലയിലോട്ട് 1 വേക്കൻസിയാണ് നിലവിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ യോഗ്യതകൾ നോക്കുകയാണെങ്കിൽ, ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ, ഇത് 10ാം ക്ലാസ് അല്ല, ശരിക്കും 7ാം സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം. 7ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ സാധാരണ മറ്റുള്ള LGS പരീക്ഷകളെ പോലെ തന്നെ ബിരുദം നേടിയിരിക്കുവാൻ പാടില്ല എന്നുള്ള നിബന്ധന കൂടി ഇതിന് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10th ക്വാളിഫിക്കേഷനുള്ള, +2 ക്വാളിഫിക്കേഷനുള്ള, ഈവൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോലും ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഈ പറയുന്ന ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. ഇതിന് പുറമെ അഡീഷണലി പറയുന്ന മറ്റൊരു കാര്യം, ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അഥവാ 1955 ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ ഗ്രാന്റ് ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ ഏതെങ്കിലും ഗ്രാന്റ് ഇൻ എയ്ഡ് സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നോ കുട്ടികളുടെ ആയിട്ടുള്ള 1 വർഷത്തിൽ കുറയാത്ത പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പം ആയിട്ടുള്ള 1 വർഷത്തെ പരിചയ സർട്ടിഫിക്കറ്റ്, ഒക്കെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക്, പിന്നെ ഈ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾക്ക് ഈ തസ്തിക ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാണ് നിലവിൽ വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. 10th യോഗ്യതയുള്ള ആളുകൾക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ വരുമെന്ന് PSC ഔദ്യോഗികമായിട്ട് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്ന മറ്റ് 2 നോട്ടിഫിക്കേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. 9-ാം തീയതി ചേർന്ന PSC മീറ്റിംഗിന്റെ തീരുമാനങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നത്. അതിൽ ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം അതിൽ 8ാമതായിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസംബർ മാസം 30-ാം തീയതി 30th ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ASM എന്ന് പറയുന്ന ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജനുവരി അവസാനം വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ടാകും. ഇതിന്റെ നേച്ചർ ഓഫ് ജോലിയും ശമ്പള വിവരങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇതിന് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിസംബർ 31-നാണ്. ഡിസംബർ 31-ന് പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻ പോലീസ് സേനയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് 16/12/2024 ചേർന്ന PSC യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം പറഞ്ഞിരിക്കുന്നത് 15ാമതായിക്കൊണ്ട് കൊടുത്തിരുന്നു. പോലീസ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിംഗ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. പോലീസ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, അതായത് IRB എന്ന് പറയുന്ന പോലീസ് വിങ്ങിലോട്ട്, അതിന്റെ റെഗുലർ വിങ്ങിലോട്ട് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന തസ്തികയിലോട്ടാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. ഡിസംബർ 31-നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. IRB റെഗുലർ വിംഗ് ഉണ്ട്, കമാൻഡോ വിംഗ് ഉണ്ട്. ഇതിൽ റെഗുലർ വിങ്ങിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് 10th സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. 2 വർഷം മുമ്പ് ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. 3 വർഷം മുമ്പ് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പ് അതിന്റെ പരീക്ഷയുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, പോലീസ് കോൺസ്റ്റബിൾ, IRB ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ. ഇതിന് പുറമെ 12th ലെവൽ നമ്മൾ സാധാരണ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന CPOയുടെ നോട്ടിഫിക്കേഷനും ഡിസംബർ 31 വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ 3 നോട്ടിഫിക്കേഷൻസ് ആണ് ഡിസംബർ മാസത്തിൽ വരുന്നത്. ഡിസംബർ മാസത്തിൽ 3 ഘട്ടമായിക്കൊണ്ടാണ് PSC നോട്ടിഫിക്കേഷൻസ് പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ 16-ാം തീയതി ആയിരുന്നു ആദ്യ ഘട്ടം. അതിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നു. ഫയർവുമൺ അടക്കമുള്ള ഫയർമാൻ ട്രെയിനർ, ഫയർമാൻ ഡ്രൈവർ അടക്കമുള്ള നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു. 2ാം ഘട്ട നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്നത് ഡിസംബർ മാസം 30-ാം തീയതിയാണ്. അതിൽ ശ്രദ്ധിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ASMന്റെ അസിസ്റ്റന്റ് സെയിൽസ് നോട്ടിഫിക്കേഷൻ ആണ്. 3ാം ഘട്ട നോട്ടിഫിക്കേഷൻ വരുന്നത് ഡിസംബർ 31-നാണ്. ഈ 31-ാം തീയതി നോട്ടിഫിക്കേഷനിലാണ് IRB റെഗുലർ വിംഗും സിവിൽ പോലീസ് ഓഫീസർ ഉൾപ്പെടെയുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉൾപ്പെടെയുള്ള
ഉൾപ്പെടെയുള്ള സെക്രട്ടറി അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള തസ്തികളൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 10th ലെവൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ 3 നിലവിൽ ഈ മാസം വരുന്ന നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മറ്റുള്ള നോട്ടിഫിക്കേഷൻസും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ മുമ്പ് വന്നിരിക്കുന്ന അറ്റൻഡർ ഉൾപ്പെടെയുള്ള പല തസ്തികളുടെയും പരീക്ഷകൾ ഇനി നടക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കും 2025 10th പ്രിലിംസിന്റെ പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള നിലവിലെ 10th പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ശേഷം ഈ പരീക്ഷയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പഠനം ആരംഭിക്കാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇതിനെല്ലാത്തിന്റെയും കോഴ്സ് ചലഞ്ചർ ആപ്പിൽ ലഭ്യമാണ്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ചലഞ്ചർ ആപ്പിന്റെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.